അകാലത്തിൽ അന്തരിച്ച നടൻ നവാസിന് മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 26 ലക്ഷം രൂപ നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് നവാസിന്റെ സഹോദരനും നടനുമായ നിയാസ് ബക്കർ. LICയുടെ പേരിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് പോലെ ഒരു ക്ലെയിമും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. LICയുടെ ഔദ്യോഗിക രേഖകളൊന്നുമില്ലാതെ നവാസിന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ടാണ് 7 ലക്ഷം പ്രീമിയം അടച്ച നവാസിന് 26 ലക്ഷം ക്ലെയിമായി നൽകിയെന്ന് പ്രചരിക്കുന്നത്. ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം എന്ന LICയുടെ ടാഗ് ലൈനും പോസ്റ്ററിനോടൊപ്പം തന്നെ കുറിച്ചിട്ടുമുണ്ട്. വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന പോസ്റ്റർ ചിലർ അയച്ചു തന്നപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നതെന്നും ആര് ചെയ്തതാണെങ്കിലും വലിയൊരു ഉപദ്രവമായി പോയി എന്നും നിയാസ് ബക്കർ മനോരമ ഓൺലൈനോട് പറഞ്ഞു. എൻ്റെ സഹോദരൻ നവാസിന് 26 ലക്ഷം രൂപ LIC ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടിയെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ്. ഇതിനിടയിലാണ് നവാസിന് LIC ഇൻഷുറൻസ് ക്ലെയിമായി 26 ലക്ഷം രൂപ തന്നു എന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വാട്സപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അത്തരമൊരു സംഭവം തന്നെ നടന്നിട്ടില്ല. ഇങ്ങനെയിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്നറിയില്ല. ഇത് LICയുടെ ഔദ്യോഗിക ആളുകളാണോ അയച്ചതെന്ന് പോലും അറിയില്ല. LICയുടെ ഔദ്യോഗികമായ എംബ്ലമോ സീലോ ഒന്നും ഈ പോസ്റ്ററിലില്ല. ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്ന് തുടങ്ങി എന്നതിനെ പറ്റി ഒരു തെളിവുമില്ല. ഇത് തികച്ചും അസത്യമായ പ്രചാരണമാണ്. അങ്ങനെയൊരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. LICയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണിത്. LICയുടെ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു തെളിവും അതിലില്ലതാനും. ഇത് ചെയ്തത് ആരായാലും വലിയൊരു ദ്രോഹമാണ് ചെയ്തത്. ഞങ്ങൾക്ക് മാത്രമല്ല, ആരെപ്പറ്റി ഇങ്ങനെ അസത്യപ്രചരണം നടത്തിയാലും അത് വളരെ മോശമാണ്. 10 പൈസയുടെ ഗതിയില്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രചരണം നടത്തിയാൽ കിട്ടാനുള്ളത് കൂടി ഇല്ലാതെയാകും. ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെൻ്റൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. ഇത്രയും പണം ഞങ്ങൾക്ക് കിട്ടിയെന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട്. ഈ ചെയ്തത് വലിയൊരു ഉപദ്രവം തന്നെയാണ്. ഇത് ചെയ്തത് LIC ആണോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ഇവരുടെ ഏജൻസി ഗ്രൂപ്പിലൊക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം. എന്തായാലും ഇത് വളരെ മോശമായ കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതൊരു ഫേക്കാണെന്നു കൂടി ഒന്നുകൂടി പറയുകയാണ്. ഇത് കാണുന്നവർ ആരും വിശ്വസിക്കരുത്. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് വ്യാജ വാർത്തയാണ്. ഞങ്ങളോട് ചെയ്യുന്ന ഒരു വലിയ ചതിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത്. നിയാസ് ബക്കറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നവാസിൻ്റെ മറ്റൊരു സഹോദരനായ നിസാമും വ്യാജ പോസ്റ്ററിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നവാസ്കയുടെ വേർപാടിന് ശേഷം LICയുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും വ്യാജമാണ്. LICയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി 26 ലക്ഷം കുടുംബത്തിന് കൈമാറിയെന്നാണ് വ്യാജ വാർത്ത. ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജന്റുകൾ ശ്രമിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ്. ആരും തന്നെ വഞ്ചിതരാകരുത്. നിസാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് അതാരായാലും ഏത് ഏജൻസി ആയാലും അവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഈ പോസ്റ്റിന് താഴെ വരുന്ന ഒരുപാട് കമൻസുകൾ.